അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഹെഡ് ബാൻഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു വേണ്ടി 12 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ 12 ചെയിൻ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നാലാമത്തെ ചെയിനിലേക്ക് ട്രിപ്പിൾ ക്രോഷേ ചെയ്യാം. 1 2 3 4 നാലാമത്തെ ചെയിനിലേക്ക് നമുക്കൊരു ട്രിപ്പിൾ ക്രോഷേ ചെയ്യാം. ഇനി ഇതുപോലെ ഈ ചെയിൻസിലൊക്കെ ട്രിപ്പിൾ ക്രോഷേ ചെയ്യാം. ഇപ്പോൾ നമ്മൾ എല്ലാ ചെയിൻസിലും ട്രിപ്പിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ മറിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ എല്ലാ സ്റ്റിച്ചസിലും ഇതുപോലെ ട്രിപ്പിൾ ക്രോഷേ ചെയ്യാം. ഫസ്റ്റ് ചെയിനിലും ട്രിപ്പിൾ ക്രോഷേ ചെയ്യണം. അങ്ങനെ മുഴുവൻ ചെയിനിലും നമുക്ക് ഇതേപോലെ ട്രിപ്പിൾ ക്രോഷേ ചെയ്യാം. നമ്മൾ അതുപോലെ എല്ലാ ചെയിനിലും ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നമ്മളെ ലെങ്ത്തിനനുസരിച്ച് ചെയ്യാം. ഇനി 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതിനിങ്ങനെ മറിക്കാം. ഈ എല്ലാ ചെയിനിലും ട്രിപ്പിൾ ചെയ്യാം. അങ്ങനെ ഇത് നമ്മളെ വീതിയായിട്ട് വരും. ഇനി നീളം നമ്മൾ എത്രയാണോ വേണ്ടത്, കുട്ടികളെ ഹെഡിൻ്റെ സൈസ് അനുസരിച്ച് നമുക്കിതിന് നീളം കൂട്ടി കൊടുക്കാം. വീതി ഇത്രയാണുള്ളത്. വീതി കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇടുന്ന 12 ചെയിൻ എന്നുള്ളത് ഒരു 15 17 ഒക്കെ ആക്കിയാൽ വീതി കൂട്ടാം. നീളം നമ്മളെ ഇഷ്ടത്തിന് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് കുറച്ച് ചെയ്തിട്ട് കാണാം. ഇപ്പോൾ ചെയ്തിട്ട് ഇത്ര ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മൾ ഇത്രയും നീളത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ യോജിപ്പിച്ച് കൊടുക്കുക. അതിന് വേണ്ടി ലാസ്റ്റ് നമ്മൾ എത്ര നിർത്തിയെടുത്തെന്ന് കുറച്ച് കൂടുതൽ നൂല് വലിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കൂടുതലായിട്ട് നൂലെടുക്കുക. നമ്മളിപ്പോൾ എക്സ്ട്രാ കുറച്ച് അളവിൽ നൂലെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ക്രോഷ്യേൻ്റെ നീഡിലുണ്ട്, അതിലൂടെ ഈ നൂല് കടത്തി കൊടുക്കുക. നീഡിൽ കടത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 2 അറ്റങ്ങളും ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ അറ്റം വരുന്ന ഇവിടെയാണ്. നമ്മൾ ഈ ചെയിനിലൂടെ ഇതിനെ കയറ്റി കൊടുക്കുക. ഇപ്പോൾ കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ചെയിനിലൂടെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ ചെയിനിലൂടെ നമുക്ക് ഇങ്ങനെ തുന്നിയെടുക്കാം. നമ്മൾ ചെയ്ത് ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെ ഈ സ്റ്റിച്ചും കൂടി നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. എല്ലാ ചെയിനും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ ഇതിലൂടെ ലോക്കും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ അടിപൊളി ഹെഡ് ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി എക്സ്ട്രാ വരുന്ന നൂല് നമുക്കത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് വേണ്ട സൈസിന് ഹെഡ് ബാൻഡ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിങ്ങനെ വലിയും. ഇനി ഇതിൻ്റെ മേലെ പൂവൊക്കെ വെച്ച് കൊടുക്കാം. അതുപോലെ ചെയ്ത വേറൊരു ഹെഡ് ബാൻഡാണ് ഇത്. ഇതിൽ നമ്മൾ 15 ചെയിനാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഹെഡ് ബാൻഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.